നമസ്കാരം. ഐ ഡ്രൈവ് സേഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: സ്വകാര്യ വാഹന പരിശോധനയ്ക്കിടെ MVI പെട്ടു. അത് 10-25 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുമുണ്ട്. ആളുകളെല്ലാം വളരെ അതിനെ അനുമോദിച്ചുകൊണ്ട് കമൻറ്റും എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ സർക്കാർ ഇവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്. അതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കാം. ഒരു പ്രൈവറ്റ് ബസ് പരിശോധിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിൽ കുറച്ച് മോട്ടോർ ഉദ്യോഗസ്ഥർ ചെല്ലുന്നു. അവരതിൻ്റെ ഒഫൻസ് എല്ലാം കണ്ടുപിടിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ ജീവനക്കാരും കുറച്ച് നാട്ടുകാരും കൂടി ചേർന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് KSRTC പരിശോധിക്കാത്തത് എന്ന് പറഞ്ഞ് ഇവരെ നിർബന്ധിച്ച് KSRTC പരിശോധിപ്പിക്കുന്നു. KSRTC പരിശോധിച്ചപ്പോൾ ഗ്ലാസിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ പ്രൈവറ്റ് ബസ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ താഴെ അത് വാഹനം പോകുന്ന റൂട്ട് കാണിക്കുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ബോർഡ് എടുത്ത് മാറ്റാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു പൂർണ്ണമായും ശരിയായ കാര്യമാണ്. പക്ഷേ ആ ബോർഡ് എടുത്ത് മാറ്റാനായിട്ട് അവർ നിർബന്ധിച്ചപ്പോൾ ഈ നാട്ടുകാരും പ്രൈവറ്റ് ബസ്സിൻ്റെ പണിക്കാരും കൂടി ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് നിർബന്ധമായും KSRTCയുടെ മുകളിൽ ഗ്ലാസിൻ്റെ മുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരു സൺഷെയ്ഡിന് വേണ്ടി അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് പൊളിപ്പിക്കുകയാണ്. ഈ ബസ്സിൻ്റെ ഡ്രൈവർ വളരെ ലോങ് ട്രിപ്പ് പോകേണ്ട KSRTC ബസ്സാണ്. അതിൻ്റെ സൺലൈറ്റ് മുഖത്തടിക്കാതിരിക്കുന്ന ഏത് വാഹനങ്ങളിലും ഹെവി വെഹിക്കിളിൻ്റെ മുകളിൽ ഒരു സൺഷെയ്ഡ് സ്ക്രീനുണ്ട്. നമ്മൾ സൺവൈസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറുകൾ കാണുന്ന അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ ഇവർ KSRTCയുടെ ബസ്സിൽ അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ആ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് ഡ്രൈവറുടെ സുരക്ഷയ്ക്കും ഡ്രൈവർക്ക് റോഡ് കൃത്യമായി കാണാനും വേണ്ടിയിട്ടാണ്. അവിടെ ആ സ്റ്റിക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശം റോഡിൽ വാഹനത്തിൻ്റെ എതിർവശത്ത് നിന്ന് വരുമ്പോൾ ഈ ഡ്രൈവറെ കണ്ണിലടിക്കുകയും അദ്ദേഹത്തിന് വാഹനം ഓടിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഇതിനെപ്പറ്റി അറിവില്ലാത്ത പൊതുജനങ്ങളും ഈ പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് ബസ്സിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടായിട്ട് വരുന്ന ഏരിയയിലെ മറ, അതായത് ഗ്ലാസിൻ്റെ താഴെ ഭാഗത്തുള്ള മറകൾ അഴിച്ചു മാറ്റിയപ്പോൾ ഡ്രൈവറുടെ കണ്ണിലടിക്കുന്ന സൂര്യപ്രകാശം തടയുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഷെയ്ഡ് ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ബലമായി പൊളിച്ചു മാറ്റിക്കുകയാണ്. അത് വണ്ടിയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സ്റ്റിക്കറാണ്. ഗ്ലാസിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ. ഗ്ലാസിൻ്റെ താഴെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ കാഴ്ച മറക്കുന്ന സ്റ്റിക്കറാണ്. എവിടെയാണ് മറക്കേണ്ടത്, എവിടെയാണ് മറക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് പോലും അറിയില്ല ഈ പൊതുജനങ്ങൾക്കോ പ്രൈവറ്റ് ബസ്സുകാർക്കോ. അവർ ബലമായി ഉദ്യോഗസ്ഥരോട് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർ അത്രയും ആളുകൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ നിർബന്ധിതരാണ്. സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലടിച്ചാൽ നമ്മൾ വാഹനം ഓടിക്കാൻ കഴിയില്ല. കാർ ഓടിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം, വൈകുന്നേര സമയങ്ങളിലും ഏർലി മോർണിംഗിലും എല്ലാം സൂര്യപ്രകാശം നമ്മുടെ കണ്ണിൽ കുത്തനെ അടിക്കും. അങ്ങനെ അടിച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കാനേ കഴിയില്ല. ആ സമയത്ത് ലോങ് ട്രിപ്പ് പോകുന്ന വണ്ടിയിൽ സൂര്യപ്രകാശം കണ്ണിലടിക്കാതിരിക്കാൻ നമ്മളുടെ കണ്ണിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സ്റ്റിക്കറാണ് ഇവർ ബലമായി പൊളിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട്. അത് ഉദ്യോഗസ്ഥർ ശരിക്കും പ്രൈവറ്റ് ബസ്സിൽ ചെയ്തിരിക്കുന്നതിൻ്റെ താഴെയുള്ള സ്റ്റിക്കറാണ് പൊളിപ്പിച്ചിരിക്കുന്നത്. ഈ താഴെയുള്ള സ്റ്റിക്കർ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ താഴെ വശത്ത് മറയുള്ളത് കൊണ്ട് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ വർഷം തന്നെ 2-3 അമ്മച്ചിമാർ മരിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിനോടൊപ്പം കാണിക്കാം. അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു സംഭവമാണ് ഗ്ലാസിൻ്റെ അടിവശം മറയ്ക്കുന്നത്. അത് മാറ്റാൻ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിക്കുമ്പോൾ ഒരു വക ഗുണ്ടായിസമാതിരി പ്രൈവറ്റ് ബസ്സുകാരും പൊതുജനങ്ങളും ചേർന്ന് ഈ ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്യുന്നത് പോലെ തന്നെ KSRTCയുടെ അത്യാവശ്യം നിർബന്ധമായും ഇരിക്കേണ്ട സ്റ്റിക്കർ പൊളിപ്പിക്കുന്ന ഒരവസ്ഥ. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാത്ത പൊതുജനവും എല്ലാവരും അത് കൈയടിക്കുന്നു. വലിയ വലിയ ചാനലുകൾ അത് വലിയ വാർത്തയാക്കുന്നു. MVI കുറ്റപ്പെടുന്നു. തികച്ചും തെറ്റായ പ്രവണതയാണിത്. ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇതൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇത് കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത്. 1 വർഷമായും തോന്നുന്നു. പക്ഷേ ഞാൻ അടുത്തിടയ്ക്കാണ് ഈ വീഡിയോ കണ്ടത്. മാധ്യമ സുഹൃത്തുക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നന്ദി, നമസ്കാരം.